بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهدري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ബുഗാത്തുൽ മുസ്തഫീദിൻ്റെ ദർസിൽ നമ്മൾ എത്തിച്ചേർന്നത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അബീസമോനിലേക്ക് യാത്ര തിരിച്ചതും അവിടെ ഹൽവത്തിലിരുന്നതിനെക്കുറിച്ചും പിന്നെ അവിടെ വെച്ചിട്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർച്ചയിലേക്ക് കാണുകയും അവിടത്തേക്ക് ഏറ്റവും ഉന്നതമായ ഫത്ഹുൽ അക്ബർ സംഭവിക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ്. അതിനെ തുടർന്നുള്ള ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വഅദിന നബിയ്യു ലിശൈഖി ബിഅൻ യുലഖിന അൽഅനാമ വിർദഹുൽ ഹസൻ. വഅദിന നബിയ്യു സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകി ഷെയ്ഖ് തങ്ങൾക്ക്, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകി. ബിഅൻ യുലഖിനൽ അനാമ വിർദൽ ഹസൻ, ഈ സുന്ദരമായ ഈ വിർദനെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, മുഴുവൻ ആളുകൾക്കും ഈ സുന്ദരമായ വിർദനെ പകർന്നു കൊടുക്കാൻ വേണ്ടി, അതായത് പരിശുദ്ധമായ തിജാനി ത്വരീഖത്തിനെ മുഴുവൻ ജനങ്ങൾക്കും പകർന്നു കൊടുക്കാനായി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സമ്മതം നൽകി, കൽപ്പന നൽകി. ഇവിടെ അദിന എന്നതിന് സമ്മതം, കൽപ്പന എന്ന് രണ്ടർത്ഥത്തിലും പറയാം. സമ്മതം നൽകിയെന്നും പറയാം, കൽപ്പന നൽകി എന്നും പറയാം. വഹുവ സ്വലാത്തുന അലൽ മുഖ്താരി ഖൈറുൽ അനാമി മഅൽ ഇസ്തിഗ്ഫാരി. ഇവിടെ പറയപ്പെട്ട തിജാനി ദിക്ർ എന്ന് പറയുന്ന ദിക്ർ എന്താണ് യഥാർത്ഥത്തിൽ? വഹുവ സ്വലാത്തുന അലൽ മുഖ്താരി, തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിലുള്ള സലാത്തും, ഖൈറുൽ അനാം തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സലാത്തും മഅൽ ഇസ്തിഗ്ഫാറുമാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു ആ ത്വരീഖത്തിൻ്റെ ദിക്ർ. സുമ്മ ബിറഅസിൽ ഖർനി തമ്മമഹു ലഹു അഹ്സനത തമീമിൻ ബിദിക്രിൽ ഹൈലല. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്തത് ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു. ഇതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിജാനി ത്വരീഖത്തിൽ അന്ന് ബൈഅത്ത് ചെയ്ത ആളുകൾക്കൊക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകിയ ദിക്ർ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെല്ലാനും 100 ഇസ്തിഗ്ഫാർ ചെല്ലാനും അതുപോലെ തന്നെ 100 സലാത്തുൽ ഫാത്തിഹ ചെല്ലാനുമായിരുന്നു, രാവിലെയും വൈകുന്നേരവും. ഈ ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു അന്നത്തെ ദിക്ർ. അതന്നെ വിർദുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വദീഫ ഹൈലലയൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു അന്നത്തെ ദിക്ർ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുമ്മ ബിറഅസിൽ ഖർനി തമ്മമഹു ലഹു അഹ്സനത തമീമിൻ ബിദിക്രിൽ ഹൈലല. അങ്ങനെ അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ സമ്പൂർണ്ണമായ ഒരു കാര്യം 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആദ്യം ത്വരീഖത്തിൻ്റെ ദിക്റായിട്ടുണ്ടായിരുന്നത് ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു. 100 ഇസ്തിഗ്ഫാറില്ല, 100 സലാത്തില്ല. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലുണ്ടായിരുന്നില്ല. പിന്നീട് 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കുറച്ച് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുന്നതും ഒക്കെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ത്വരീഖത്തിന്, നമ്മുടെ തിജാനി ത്വരീഖത്തിനൊരു അത് അവതരിപ്പിക്കുന്നതിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. പരിശുദ്ധമായ ശരീഅത്ത് അവതരിപ്പിച്ചതിന് ഘട്ടങ്ങളുള്ളതുപോലെ പരിശുദ്ധമായ ദീനിൽ പലതും ഹറാമാക്കിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. ദീനിൽ പലതും നിർബന്ധമാക്കിയതും ഘട്ടം ഘട്ടമായിട്ടാണ്. അതുപോലെ തന്നെ തിജാനി ത്വരീഖത്തിൻ്റെ ഔറാദുകളും ക്രമീകരിക്കപ്പെട്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. മൊത്തത്തിൽ ഫസ്റ്റ് തന്നെ വദീഫയും ഹൈലലയും വിർദുൽ എല്ലാം കൂടി ചൊല്ലാൻ പറയുകയായിരുന്നില്ല ചെയ്തത്. ഘട്ടം ഘട്ടമായാണ് അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, അതിൻ്റെ നിബന്ധനകളും ഘട്ടം ഘട്ടമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞത് മറ്റു ജീവിച്ചിരിക്കുന്നവരായ ശൈഖന്മാരെ സിയാറത്ത് ചെയ്യരുതെന്നായിരുന്നു. എന്നാൽ മരിച്ചുപോയ ആൾക്കാർ സിയാറത്ത് ചെയ്യാം
എന്നും അതിലുണ്ടായിരുന്നു. മാത്രമല്ല ആ സമയത്ത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ മരിച്ചു പോയ ചില ഔലിയാക്കന്മാർ സിയാറത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കാരണത്താൽ പിന്നീട് മുത്തലഖായി മുഴുവനായിട്ടും ആ സിയാറത്ത് ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹിങ്ങൾ പറയുകയും ചെയ്തു. മരിച്ച ഔലിയാക്കന്മാർ സിയാറത്ത് ഒഴിവാക്കണം. അപ്പോൾ ഇത് ഉദ്ധരിച്ച് ചില ആൾക്കാർ പറയലുണ്ട്, ജവാഹർ മാനിയിലൊക്കെ മരിച്ച ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ തിജാനി ത്വരീഖത്തിൽ കടത്തിക്കൂട്ടിയതല്ലേ, നിങ്ങളെല്ലാവരും സിയാറത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കടത്തിക്കൂട്ടിയതല്ലേ എന്നൊക്കെ ചിലർ പറയും. അവർക്ക് ഈ ത്വരീഖത്തിനെ കുറിച്ചോ അതിൻ്റെ വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളെക്കുറിച്ചോ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അവരിതിനെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ ഒരു ക്രമം നമ്മൾ ത്വരീഖത്തിൻ്റെ അവതരണത്തിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ആ സമാനതകൾ നമുക്ക് ഇതിലും ദർശിക്കാൻ പറ്റും. ശരീഅത്തിൻ്റെ അവതരണത്തിൻ്റെ സമാനതകൾ തന്നെ നമ്മൾ ത്വരീഖത്തിൻ്റെ അവതരണത്തിൽ കാണാൻ പറ്റും. അത് ഇതിൻ്റെ പരിപൂർണതനെ കാണിക്കുന്നതാണ്. പരിശുദ്ധമായ മുഹമ്മദിയായ ശരീഅത്ത് എങ്ങനെയാണോ വന്നത് അത് മറ്റു ശരീഅത്തുകളുടെ ഒക്കെ പരിപൂർണമായ രൂപമാണല്ലോ. അതുപോലെ തന്നെ ഈ തിജാനി ത്വരീഖത്തും ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ടത് അതിൻ്റെ കമാലിയത്തിനെ മറ്റു ത്വരീഖത്തുകളിൽ നിന്ന് ഈ ത്വരീഖത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ്. അപ്പം ജവാഹർ മാനിയിലുള്ള ചില ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ച് ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ പിന്നീട് കടത്തിക്കൂട്ടിയതാണെന്നൊക്കെ. പക്ഷേ ജവാഹർ മാനി രചിക്കപ്പെട്ട ആൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ വഫാത്താവുന്നതിന് 20 വർഷം മുമ്പ് വഫാത്തായതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള നിയമത്തെയാണ് അവിടെ അന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നീട് ആ നിയമം റദ്ദ് ചെയ്യപ്പെടുകയും പരിപൂർണമായ തിജാനി ത്വരീഖത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അത് വരികയും ചെയ്തിട്ടുണ്ട്. അത് പിന്നീടുള്ള ഗ്രന്ഥങ്ങളിലാണ് അത് വിശദമായി വിശദീകരിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് അങ്ങനെ ഒരു കാര്യം പറയുക. അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വരാം. തിജാനി ത്വരീഖത്തിൻ്റെ ദിക്റായിട്ട് ആദ്യം സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകിയത് ഇസ്തിഗ്ഫാറും സലാത്തും ആയിരുന്നു. ആദ്യം ഇസ്തിഗ്ഫാറും ചൊല്ലാൻ പറഞ്ഞു, സലാത്തും ചൊല്ലാൻ പറഞ്ഞു. പിന്നീട് 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലാണ് ഹൈലല, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടത്. അപ്പോഴും വദീഫയൊന്നും വന്നിട്ടില്ല, ഹൈലല വെള്ളിയാഴ്ചത്തെ ദിക്ർ വന്നിട്ടില്ല എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് അതിൻ്റെ കുറിപ്പിൽ. ഫലാഹത്ത് അൻവാറുൽ ഹുദ അലൈഹി, ഈ ഒരു ഘട്ടം ഘട്ടമായി ഇതിങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെറുതെ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കേണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ ഒരു ഡിമാൻഡ് കാണിക്കാമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുന്നൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഈ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആത്മീയമായ ഉയർച്ചയുമായി ബന്ധപ്പെട്ടും ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഫത്ഹ് സംഭവിച്ചു, പിന്നീട് ഇസ്തിഗ്ഫാറും സലാത്തും നൽകി, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്നത് അവിടുത്തെ ആ ആത്മീയമായ ഉയർച്ചൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അവിടെ നിന്ന് എത്തുന്ന സമയത്താണ്. അപ്പോൾ അവിടുത്തെ ആത്മീയമായ ഔന്നിത്യത്തിനെയും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കല്ലേ, ആ ഉയരുന്നതിലേക്ക് ചേർത്തിയാണ് പലതും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകപ്പെട്ട സമയത്ത് ഫലാഹത്ത് അൻവാറുൽ ഹുദ അലൈഹി, അവിടത്തേക്ക് മുന്നിൽ ഹിദായത്തിൻ്റെ മാർഗദർശനത്തിൻ്റെ പ്രകാശങ്ങൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്കൊക്കെ ആരെങ്കിലും തിജാനി ത്വരീഖത്തിൻ്റെ ദിക്ർ നൽകുന്ന ആ സമയത്ത് നമ്മൾക്കിതെല്ലാം കൂടി കിട്ടിയാലും, മുഴുവനായ എല്ലാ ദിക്റും കിട്ടിയാലും നമ്മൾ ആത്മീയമായ അവസ്ഥ അതിലേക്ക് ചേർന്ന് വരേണ്ടതാണ് പിന്നീട്. എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് ഈ ഓരോ ദിക്ർ കൊടുക്കുമ്പോഴും ആ ദിക്റിനോട് അനുബന്ധമായി അവിടത്തേക്ക് ഉണ്ടാവേണ്ട എല്ലാ ആത്മീയമായ അവസ്ഥകളും അവിടുന്ന് പരിപൂർത്തീകരണം നടത്തിയ ശേഷം അവിടത്തേക്ക് അത് കിട്ടുന്നത്. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും, സലാത്തുമായി ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും അവിടത്തേക്ക് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അവിടത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകപ്പെടുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൗഹീദിൻ്റെ കമാലിയത്തും അതിലൂടെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നേടിയിരുന്നു. നമുക്ക് ആരിഫീങ്ങളടുത്ത് തൗഹീദിൻ്റെ കമാലിയത്ത് എന്താണോ ആ കമാലിയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ആ ഘട്ടത്തിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഘട്ടത്തിൽ ഫലാഹത്ത് അൻവാറുൽ ഹുദ അലൈഹി, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ ഹിദായത്തിൻ്റെ പ്രകാശങ്ങൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ഉബാനത്ത് അസ്റാറുർ റിദാ ലദൈഹി, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്ന രഹസ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. അപ്പോൾ മാർഗദർശനത്തിൻ്റെ പ്രകാശങ്ങൾ വെട്ടിത്തിളങ്ങി. ആ ഒരു ഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്ന അസ്റാറുകൾ വെളിപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്.
എന്താണ് അൻവാർ, എന്താണ് അസ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൻവാർ കൊണ്ട് ഒരാൾ എത്തിച്ചേരുന്ന അവസാനത്തെ ഘട്ടമാണ് യഥാർത്ഥത്തിൽ അസ്റാറുകൾ അവന് നൽകപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആദ്യം അതുകൊണ്ടാണ് അൻവാറിന് പറഞ്ഞത്, പിന്നീട് അസ്റാറിന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അൻവാറും അസ്റാറും വെറുതെ പറഞ്ഞതല്ല. അൻവാറുകളുടെ ആത്മീയമായ പ്രകാശങ്ങളുടെ അവസാനത്തിൽ ഒരാൾക്ക് നൽകപ്പെടുന്നതാണ് അസ്റാറുകൾ. അതുകൊണ്ടാണ് അസ്റാറിന് രണ്ടാമത് പറഞ്ഞത്. അപ്പോൾ അസ്റാറുൽ റിള എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അൻവാറുൽ ഹുദ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതിന് രണ്ടിനും എന്തിനാണ് അനുബന്ധമായി പറഞ്ഞത്? എന്തുകൊണ്ടാണ് അസ്റാറുൽ ഹുദ എന്നും അൻവാറുൽ റിള എന്നും പറഞ്ഞില്ല? അവിടെയും അറബി ബിൻ ഷാഹി തങ്ങൾ പറയുന്നുണ്ട്, അതിൽ സൂക്ഷ്മമായ ഒരു കാര്യമുണ്ട്. അൻവാറുൽ ഹുദ എന്ന് പറഞ്ഞാൽ ഹിദായത്തിൻ്റെ അൻവാർ, അവിടെ ഇങ്ങനെ ഉയർച്ചേനെ കാണിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണത്. എന്നാൽ അസ്റാറുൽ റിള എന്ന് പറഞ്ഞത് അസ്റാർ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ട് നിൽക്കുമ്പോഴാണ്, അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് ഇത് അങ്ങോട്ട് ഉയരുന്നതാണ്. അതുകൊണ്ടാണ് അൻവാറിനെ ചേർത്തിട്ട് ഹുദ എന്ന് പരാമർശിക്കപ്പെട്ടതും അസ്റാറിലേക്ക് ചേർത്തിട്ട് റിള എന്ന് പരാമർശിക്കപ്പെട്ടതും എന്ന് അറബി ബിൻ ഷാഹി തങ്ങൾ പറയുന്നുണ്ട്. വഫാഖ ഫിൽ ഖൈറാത്തി കുല്ലു ആരിഫിൻ, ആ ഒരു ഘട്ടത്തിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ മുൻകടന്നു. ഫി ഖൈറാത്തി കുല്ലു ആരിഫിൻ, എല്ലാ ആരിഫീങ്ങളുടെയും എല്ലാ ഹൈറാത്തുകളും മഹാനുകളും മുൻകടന്നു. ഇവിടെ ഹൈറാത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തർക്കിയത്തും തജല്ലിയാത്തുമാണ്. ആരിഫീങ്ങൾക്ക് ആത്മീയമായ ഉയർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആത്മീയമായ തർക്കിയത്ത് പോലെയാണ്. തർബിയ കഴിഞ്ഞ് ഫത്ഹ് സംഭവിച്ചാൽ പിന്നെ തർക്കിയത്ത് ഉണ്ടാവും. അങ്ങനെ ഘട്ടം ഘട്ടമായ ഉയർച്ച, അള്ളാഹുവിൻ്റെ മാരിഫത്തിലുള്ള ഘട്ടം ഘട്ടമായ ഉയർച്ച. അപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ആരിഫീങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ തർക്കിയത്തിൽ എല്ലാ ആരിഫീങ്ങളെയും മുൻകടന്നു. മാത്രമല്ല അവിടത്തേക്ക് അനുഭവിക്കുന്ന തജല്ലിയാത്തുകളുണ്ട്. ആരിഫീങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും അവരുടെ ആത്മീയമായ ഉയർച്ചക്കനുസരിച്ച്, മാരിഫത്തിലുള്ള മുന്നേറ്റത്തിനനുസരിച്ച് അവരിലേക്ക് ആത്മീയമായ തജല്ലികൾ, വെളിപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വെളിപാടുകളുടെ വിഷയത്തിലും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ എല്ലാ ആരിഫീങ്ങളെക്കാളും മുൻകടന്നു. അതാണ് ഈ ഹൈറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫാഖ ഫിൽ ഖൈറാത്തി കുല്ലു ആരിഫിൻ, എല്ലാ ആരിഫീങ്ങളുടെയും ഹൈറാത്തുകൾ, അതായത് അവരുടെ തർക്കിയത്തും അവർക്ക് അനുഭവപ്പെടുന്ന തജല്ലിയാത്തുകളും അതിൻ്റെ എല്ലാ വിഷയങ്ങളിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ അവരെ മുൻകടന്നു, അവരൊക്കെ വെട്ടിച്ചു എന്നർത്ഥം. കാരണം എന്താ? ലിഅർഫിഹി മിൻ മൻബഇൽ മാരിഫി, കാരണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഇവരൊക്കെ മുൻകടക്കാൻ കാരണം എന്താ? അങ്ങനെ വരാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം ലിഅർഫിഹി, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ആ ഒരു മാരിഫത്തിനെ എടുക്കുന്നത് ഇവിടുന്ന മിൻ മൻബഇൽ മാരിഫി, മാരിഫത്തിൻ്റെ ഉറവിടമായ, മാരിഫത്തിൻ്റെ നീരുറവയായ മാരിഫത്ത് എവിടെ നിന്നാണോ ഒഴുകുന്നത് ആ പോയിൻ്റിൽ നിന്നാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പല്ലേ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ എല്ലാവരെക്കാൾ മുൻപന്തിയിലെത്തുമെന്ന്. ആ പോയിൻ്റ് ഏതാ? അത് സയ്യിദുൽ വജൂദ് ആലമുൽ ശുഹൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മാരിഫത്തിൻ്റെ ഉറവിടത്തിൽ നിന്നാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാരിഫത്ത് എടുക്കുന്നത്. എന്നാൽ മറ്റ് ഔലിയാക്കന്മാരൊന്നും നേരിട്ട് ആ ഉറവിടത്തിൽ നിന്നല്ല. ആ കാരണം കൊണ്ട് തന്നെ മറ്റെല്ലാ ഔലിയാക്കന്മാരുടെയും അവരനുഭവിക്കുന്ന തർക്കിയത്ത്, ആത്മീയമായ ഉയർച്ച, അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ആത്മീയമായ തജല്ലികൾ, എല്ലാ വിഷയത്തിലും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മറ്റുള്ളവരെക്കാളൊക്കെ മുൻകടന്നിട്ടുണ്ട്. ഇത് മറ്റൊരു സൂക്ഷ്മമായ ജ്ഞാനം കൂടി ഇതിലൂടെ നൽകുന്നുണ്ട്. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാരിഫത്ത് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്തുമായി ബന്ധപ്പെട്ട ജ്ഞാനം, സൂക്ഷ്മമായ ജ്ഞാനം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മറ്റെല്ലാ ആരിഫീങ്ങളെക്കാൾ കൂടുതലുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ ഹഖീഖത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ജ്ഞാനത്തെക്കാൾ ഉപരി ഹഖീഖത്തുൽ മുഹമ്മദിയയുമായി ബന്ധപ്പെട്ട മാരിഫത്ത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മറ്റ് ആരിഫീങ്ങളെക്കാളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അതിൻ്റെ സമ്പൂർണ്ണത സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നേടിയിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ആരിഫീങ്ങളെക്കാളും അവിടുന്ന് മികച്ചു നിന്നത്. അപ്പോൾ മാരിഫത്തിൻ്റെ തോതനുസരിച്ചാണല്ലോ ഔലിയാക്കന്മാരുടെ ദർജ നിർണ്ണയിക്കപ്പെടുക. അള്ളാഹുവിൻ്റെ ഹഖീഖത്തുമായി ബന്ധപ്പെട്ട അറിവിൽ ഔലിയാക്കന്മാർ ചിലപ്പോൾ സമന്മാരായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ അതിനെ അറിയുന്നതിനനുസരിച്ചാണ് ആരിഫീങ്ങൾ ഇങ്ങനെ വ്യത്യസ്തപ്പെടുന്നത്. ആ ഹഖീഖത്തുൽ മുഹമ്മദിയെ അറിയുന്നതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് അവർ ഉയരുന്നതും താഴുന്നതും. എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ മാരിഫത്ത്, ഹഖീഖത്തുൽ മുഹമ്മദിയാവുന്ന മാരിഫത്ത് എടുത്തത് നേരിട്ട് വിശ്വാസങ്ങളിൽ നിന്നായതുകൊണ്ട് ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ
മഹാനവറുകളെക്കാൾ മികച്ചു നിൽക്കുന്നവരായി ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാരിഫത്തിൻ്റെ തലങ്ങളിലും എല്ലാ ആത്മീയമായ രുചികളിലും ആത്മീയമായ അവസ്ഥകളിലും ഈ ഹഖീഖത്തുൽ മുഹമ്മദീയ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുന്നിട്ട് നിന്നതുകൊണ്ട് എല്ലാ ആരിഫ്യങ്ങളെക്കാളും മുന്നിലെത്താൻ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സാധിച്ചു. യഖൂൽ അറബി ഇബ്നു സായി തങ്ങൾ ഒരു ഭാഗം ഒന്ന് വിശദീകരിക്കാൻ. വഫി ഹാദൽ ആം, ഈ ഒരു വർഷത്തിൽ അല്ലദീ ഇൻതഖല ഫീഹി സയ്യിദുനാ റളിയല്ലാഹു അൻഹു, ഏത് വർഷം? അല്ലദീ ഇൻതഖല ഫീഹി സയ്യിദുനാ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ റളിയല്ലാഹു അൻഹു തങ്ങൾ മാറിയപ്പോൾ മിൻ ഹദ്റത്ത് തിൽമിസാനിൽ നിന്ന് ഇലാ ശലാലത്തി വ അബീ സമഊൻ, അബീ സമഊനിലേക്കും ശലാലയിലേക്കും മാറി താമസിച്ച സമയത്ത് ഹസ്ബുമാ തഖദ്ദമ മുബയ്യിനൻ, അതിനെക്കുറിച്ച് വിശദീകരിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തിൽമിസാനിൽ നിന്ന് ശലാലയിലേക്കും അബീ സമഊനിലേക്കൊക്കെ യാത്ര തിരിച്ച ആ ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തെക്കുറിച്ചാണ് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിച്ച് അവിടെ വെച്ച് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഫത്ഹ് ഉണ്ടായി എന്നൊക്കെ. ഐ ബയാനു ഇദ്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി സയ്യിദിനാ റളിയല്ലാഹു അൻഹു, ആ ഒരു ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകുന്നത് ലി സയ്യിദിനാ റളിയല്ലാഹു അൻഹു, സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഫീ തൽഖീനി ഹാദൽ വിർദുൽ മുഹമ്മദി, ഈ മുഹമ്മദിയായ തിജാനിയായ വിർദിനെ തൽക്കീൻ ചെയ്തു കൊടുക്കാൻ, ബയ്യത്ത് ചൊല്ലിക്കൊടുക്കാൻ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സമ്മതം നൽകുന്നത്, കൽപ്പന നൽകുന്നത് ആ ഒരു ഘട്ടത്തിലാണ്, അബീ സമഊനിൽ താമസിക്കുന്ന ഘട്ടത്തിൽ. ലിസായിരിൽ അനാം, ആർക്കാണിത് പറഞ്ഞു കൊടുക്കേണ്ടത്? മുഴുവൻ മനുഷ്യന്മാർക്കും. ഫി യഖ്ലത്തിൻ ലാ മനാമൻ, ഈ ഒരു കൽപ്പന നൽകപ്പെട്ടതും യഖ്ലത്തിന് ഉണർവിലല്ല, യഖ്ലത്തിന് ഉണർവിൽ തന്നെയാണ്, ശ്വാസങ്ങൾ ഉണർവിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു കൽപ്പന നൽകപ്പെട്ടത്. വഹുവ, ആ വിർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വിർദുൽ മഅദൂന ലഹു ഫീ തൽഖീൻ, മറ്റുള്ളവർക്ക് പകർന്ന് നൽകപ്പെടാൻ വേണ്ടി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പന നൽകിയ ആ വിർദ് എന്താണ്? ഫീ ദാലിക്കൽ വഖ്ത്, ആ ഒരു സമയത്ത് കൽപ്പന നൽകിയ വിർദ് എന്താണ്? ലിഖാസി വൽ ആം, പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെ ഒരുപോലെ പകർന്നു നൽകാൻ കൽപ്പന നൽകിയ വിർദ് എന്താണ്? അത് അൽ ഇസ്തിഗ്ഫാർ വസ്സലാത്തു അല നബിയ്യു അലൈഹി വഅല ആലിഹി സ്വലാത്തു വസ്സലാം, അത് ഇസ്തിഗ്ഫാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തും ആയിരുന്നു. ആ സമയത്ത് എല്ലാ മനുഷ്യന്മാർക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പന നൽകിയത് ഇസ്തിഗ്ഫാറും സ്വലാത്തും ആയിരുന്നു. ഇസ്തമറ അലാ തൽക്കീൻഹി അദ്ദിക്റൈനി ഫഖത്ത്, അവിടെ ആ സമയത്ത് പകർന്നു നൽകാൻ പറഞ്ഞത് ഈ 2 ദിക്റുകൾ മാത്രമായിരുന്നു, ഇസ്തിഗ്ഫാറും സലാത്തും മാത്രം. ലിമൻ റൈബ ഫീ ദാലിക ഇലൈഹി, ഈ ബയ്യത്തിന് വേണ്ടി സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി, ഇലാ റഅസി തിൽക്കൽ ലിമൻ റൈബ ദാലിക ഇലൈഹി, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ഇതിന് ആഗ്രഹവുമായി വരുന്ന ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കാൻ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സമ്മതം നൽകിയത് മാത്രമായിരുന്നു. ഇലാ റഅസി തിൽക്കൽ മിആത്തി വഹിയ സാനിയത്തു ബഅദ അൽഫിൻ മിനൽ ഹിജ്റത്തുൽ ഷരീഫ ഹസ്ബമാ തഖദ്ദമ തംബീഹു അലൈഹി. അപ്പോൾ ഈ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ഒരു കവിതയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫതമ്മം ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വിർദ ബി കലിമത്ത് ഷരീഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിർദിനെ പൂർത്തീകരിച്ചു. എങ്ങനെ പൂർത്തീകരിച്ചു? ബി കലിമത്ത് ഷരീഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട്. അപ്പം അതുവരെ ഇസ്തിഗ്ഫാറും സലാത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഹിജ്റ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും പഠിപ്പിച്ചു കൊടുത്തു. വഖമുലത്ത് ഫീഹി, അങ്ങനെ അത് പൂർത്തീകരിച്ചു. ബി സബബി ദാലിക മഹാസിനുൽ ഫായിഖത്തുൽ മുനീഫ, ആ ഒരു കാരണം കൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ അവസ്ഥകളും അത് കടന്നുപോയി. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതിലേക്ക് ആഡ് ചെയ്തതോടുകൂടി തന്നെ ഏറ്റവും ഉന്നതമായ അവസ്ഥകൾ ആ വിർദിന് കൈവരിക്കാൻ സാധിച്ചു. ഫഇൻദ ദാലിക ലഹറ അലൈഹി, ആ ഒരു ഘട്ടത്തിലാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വെളിവാക്കപ്പെട്ടത് മിൻ അൻവാറുൽ ഹുദാ വഅസ്റാർ റിളാ, ഹിദായത്തിൻ്റെ പ്രകാശങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്നുള്ള രഹസ്യങ്ങളും വെളിവാക്കപ്പെട്ടത്. മസ്തഅദ്ദ ബിഹി ഹിദായത്തുൽ വൽ ഇർഷാദ്, ആ ഒരു ഹിദായത്തിൻ്റെ പ്രകാശങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ രഹസ്യങ്ങളുമാണ് ഹിദായത്തിലേക്കും ഇർഷാദിലേക്കും മാർഗദർശനത്തിലേക്കും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തയ്യാറാക്കിയത്. അപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മറ്റുള്ളവരെ മാർഗദർശനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ മാർഗദർശനം ചെയ്യാൻ വേണ്ട തയ്യാറെടുപ്പുകളാണ് ഈ ഹിദായത്തിൻ്റെ
വെളിച്ചങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ രഹസ്യങ്ങളും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് നൽകിയത്. ദലാലത്ത് ബിൽ ഹാലി വൽ മഖാൽ, അതുപോലെ തന്നെ സ്വന്തം ആത്മീയമായ അവസ്ഥകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും മാർഗദർശനം ചെയ്യാനും മഹാനുകൾ തയ്യാറാക്കിയത്. അലാമ യൂസുൽ അലി ഹദ്റത്ത് റബ്ബിൽ ഇബാദ്, അടിമകളുടെ റബ്ബിലേക്ക് വഴി തേടി വരുന്ന ആളുകൾക്ക് വാക്കുകൊണ്ടും ആത്മീയമായ അവസ്ഥകൾ കൊണ്ടുമൊക്കെ സൂചനകൾ നൽകാനും മാർഗദർശനം നൽകാനൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ തയ്യാറാക്കിയത് ഈ അൻവാറുകളും അസ്റാറുകളും ഒക്കെ ആയിരുന്നു. വതറാദഫ അലൈഹി, അതിനോട് തുടർച്ചയായി വന്നു സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് ഈ ഹിദായത്തിൻ്റെ പ്രകാശങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്ന രഹസ്യങ്ങളൊക്കെ വന്നതിന് ശേഷം അതിനെ തുടർന്നു കൊണ്ട് വന്നു. മിൻ അൻവാഇൽ ഖൈറാത്തി വൽ ബറകാത്തിൽ ഫദാഇൽ, ഹൈറാത്തുകളുടെ നന്മകളുടെ വ്യത്യസ്തമായ തലങ്ങൾ അടുത്തേക്ക് കടന്നു വന്നു. ബറക്കാത്ത്, അതുപോലെ വ്യത്യസ്തമായ ബറക്കത്തുകളും, അൽ ഫദായിൽ വ്യത്യസ്തമായ മഹത്വങ്ങളും. മാ ഫാഖ ബിഹി, അതുകൊണ്ട് ആ ഒരു ഹൈറാത്തുകൾ കൊണ്ട് ബറക്കാത്തുകൾ കൊണ്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ കടത്തിവെട്ടി കുല്ല ആരിഫിൻ വാസിലിൻ വസിദ്ദീഖിൻ കാമിലിൻ, എല്ലാ ആരിഫിനെയും, അള്ളാഹുൽ എത്തിച്ചേർന്ന എല്ലാ ആരിഫിനെയും, കാമിലായ എല്ലാ സിദ്ദീഖിങ്ങളെയും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ കടത്തിവെട്ടി. എങ്ങനെയാണ് കടത്തിവെട്ടിയത്? മഹാനവറിലേക്ക് വന്നു ചേർന്ന ഹൈറാത്തുകളുടെയും ബറക്കാത്തുകളുടെയും ഫദായിലുകളുടെയും മഹത്വം കൊണ്ട്. എന്താണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. വദാലിക ലിമാ ഉക്രിമ ബിഹി മിൻ തൽഖീനി മിനത്തലഖി വൽ ഇസ്തിംദാദി ബിലാ വാസിത്തത്തിൻ മിൻ സയ്യിദുൽ വജൂദ് വ മംബഅൽ മആരിഫ്. അങ്ങനെയാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് അത്തരം എല്ലാ ഔലിയാക്കന്മാരെയും കടത്തിവെട്ടുന്ന ഒരവസ്ഥ മഹാനുകൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള സഹായം കൊണ്ടാണ്, നേരിട്ടുള്ള സഹായം കൊണ്ട്. മാരിഫത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള, മാരിഫത്തിൻ്റെ ഉറവിടമായിട്ടുള്ള സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു മധ്യവർത്തിയുടെയും സഹായമില്ലാത്ത പകർന്നു ലഭിക്കൽ കൊണ്ട്, സഹായം കൊണ്ടാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത്തരം ഒരു ആത്മീയമായ അവസ്ഥ എത്തിച്ചത്. മിൻ ഹാദൽ വഖ്ത് അല്ലദി ഹസല ലഹു ഹാദൽ ഫത്ഹുൽ ഫായിഖ വൽ അത്ഫു താം മിന സയ്യിദുൽ ഖലായിഖ്. അങ്ങനെ ആ ഒരു സമയത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായ അനിതര സാധാരണമായ ഒരു ഫത്ഹും, അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് കടന്നു വന്ന ആത്മീയമായ സമ്മാനങ്ങളും, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് കടന്നു വന്ന ആത്മീയമായ സഹായങ്ങളും സമ്മാനങ്ങളും അനിതര സാധാരണമായ ഫത്ഹും, മറ്റുള്ളവർക്കൊന്നും ഉണ്ടാകാത്ത രൂപത്തിലുള്ള ഫത്ഹും, ഇതൊക്കെ കാരണം തനസ്സലി ഇഫാദത്ത് ത്വാലിബീൻ വ തർബിയത്തുൽ മുരീദ് റായിബീൻ, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇറങ്ങി വന്നു. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിഞ്ഞു. ആരിലേക്ക്? ബിഫാദത്ത് ത്വാലിബീൻ, അള്ളാഹുവിനെ തേടുന്ന ആളുകൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത്രയും കാലം മുരീദന്മാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം ആത്മീയമായ അന്വേഷണത്തിൽ മാത്രം ഒഴുകുന്ന അവസ്ഥയിലായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഫത്ഹ് ഉണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ദിക്ർ കൈമാറ്റം ചെയ്യപ്പെടുകയും ആ ദിക്റിലൂടെ വ്യത്യസ്തമായ അൻവാറുകളും അസ്റാറുകളും മഹാനുകൾക്ക് വെളിപ്പെടുകയും അതിലൂടെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എല്ലാ ആരിഫീങ്ങളെക്കാളും ഉന്നതമായ മഹത്വം അവിടുന്ന് നേടിയെടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹിനെ തേടുന്ന ആളുകൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തർബിയത്തുൽ മുരീദ് റായിബീൻ, അള്ളാഹുവിനെ അതിയായി കുതിക്കുന്ന മുരീദന്മാർക്ക് തർബിയത്ത് ചെയ്യാനും അവിടുന്ന് തിരിഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. വതദാഹറ ലി മഷിയഹത്തി കാമിലത്തി ബൈനൽ ഇബാദ്, ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അടിമകൾക്കിടയിൽ നിന്ന് താനൊരു ഷെയ്ഖായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നൊരവസ്ഥ മഹാനുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഒരു ഷെയ്ഖായിട്ടും അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല. മഹാനുകളുടെ ആത്മീയമായ അവസ്ഥകളും ഇജാസത്തുകളും ഇൽമും വറവും സുഹുദും കമാലിയത്തൊക്കെ ഉന്നതമായിരുന്നിട്ട് പോലും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഒരു ഘട്ടം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കൽപ്പന നൽകുന്നത് വരെ ഒരു ഷെയ്ഖായിട്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല. വസാറ യഖ്ബലു മൻ യുരീദു അലൈഹി, അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തേടി വരുന്ന ആളുകളെ മഹാനുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത്.
ഇസ്തിഫാദത്തി വാഹദി അൻഹു, എങ്ങനെ തേടി വരുന്നവരെ സയ്യിദ്ന ശൈഖുൽ തങ്ങളിൽ നിന്ന് ഗുണവും അതുപോലെ തന്നെ ബൈഅത്തൊക്കെ തേടി വരുന്ന ആളുകൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഒരു ഷെയ്ഖായി എഴുന്നേറ്റ് നിൽക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. മിൻ സായിരിൽ ബിലാദ് ബഅദ അൻ കാന ശദീദ് തനസ്സുലി മിൻ ദാലിക്. മഹാനവറുകൾ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? അതിൻ്റെ മുമ്പ് അവിടത്തേക്കുള്ള അവസ്ഥ എന്തായിരുന്നു? ഷദീദി തനസ്സുലായിരുന്നു. ഷദീദി തനസ്സുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മുഴുവൻ ഒഴിവാക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു അവിടത്തേക്ക് ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇജാസത്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഷെയ്ഖായി മാറും. അങ്ങനെ ആയിരുന്നില്ല. മഹാനവറുകൾക്ക് എല്ലാ ഇജാസത്തും കിട്ടിയിട്ടും എല്ലാവരും ഒഴിവാക്കുന്ന ഒരു രീതിയായിരുന്നു മഹാനവറുകൾക്ക് ഉണ്ടായത്. വേണ്ട, ആരും വേണ്ട, കാരണം ഞാൻ അത്രത്തോളം നന്നായില്ല എന്നുള്ളൊരു തോന്നലും എല്ലാവരും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നത്. കസീറുൽ ഹർബി വൻ നുഫൂർ, ആളുകൾ സയ്യിദ്ന ശൈഖുൽ തങ്ങളിലേക്ക് ഓടി വരുമ്പോൾ സയ്യിദ്ന ശൈഖുൽ തങ്ങൾ അവരിൽ നിന്ന് ഓടി അകലുകയായിരുന്നു ചെയ്തിരുന്നത്. വൻ നുഫൂർ, അതുപോലെ ആളുകൾക്ക് ഇങ്ങനെ മാർഗദർശനം ചെയ്യുന്നതും അതുപോലെ അവരെ ഷെയ്ഖായിട്ട് നിൽക്കുന്നതും മഹാനവറുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതിനോടൊരു നീരസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മൻ യൻസുബു ഇലാ തിൽക്കൽ മസാലിക്, ഈ ഒരു രീതിയിൽ സയ്യിദ്ന ശൈഖുൽ തങ്ങളെ ഷെയ്ഖായി കണ്ട ആളുകൾ വരുമ്പോൾ, അവർ ബൈഅത്ത് ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോൾ സയ്യിദ്ന ശൈഖുൽ തങ്ങൾ അവിടെ നിന്ന് ഓടി അകലുകയും അത് ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാവുകയൊക്കെ ആയിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട് അവിടുന്ന് ഫത്ഹ് ഉണ്ടായി. അതുപോലെ മാരിഫത്തിൽ എല്ലാ ആരിഫ്യങ്ങളെക്കാളും ഉന്നതി പ്രാപിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിങ്ങളെ കൽപ്പന നൽകി. ആ കൽപ്പന പ്രകാരമാണ് പിന്നീട് ജനങ്ങളെ തർബീയത്ത് ചെയ്യാനും അവരെ ആത്മീയമായി ഉയർത്താനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള പൊസിഷനിൽ നിന്നിട്ടുള്ള ആ ഒരു ഷെയ്ഖിയ്യത്ത് സയ്യിദ്ന ശൈഖുൽ തങ്ങൾ വെളിവാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ സാധാരണ സയ്യിദ്ന ശൈഖുൽ തങ്ങളുടെ ഒക്കെ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയലെന്താണ്, സയ്യിദ്ന ശൈഖുൽ എന്ത് വലിയ കാര്യങ്ങളായി പറയണത്, ഇതൊക്കെ ഒരു വിനയമുള്ള ആളെ സ്വഭാവമില്ലല്ലോ എന്നൊക്കെ പറയും. അതിന് സയ്യിദ്ന ശൈഖുൽ തങ്ങൾ പറഞ്ഞ്, എന്നെ മറ്റൗലിയാക്കന്മാരുമായി നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്, എന്നെയും കുത്തുബുകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് കുത്തുബുകളെയും സാധാരണക്കാരുമായി താരതമ്യം ചെയ്യുന്ന പോലെയാണ്. എൻ്റെ ഏറ്റവും ചെറിയ മുരീദിന് നാളെ പരലോകത്ത് കുത്തുബുകളെക്കാളും സ്ഥാനം ലഭിക്കപ്പെടും എന്നൊക്കെ ആശയം വരുന്ന ഒരുപാട് കാര്യങ്ങൾ സയ്യിദ്ന ശൈഖുൽ തങ്ങൾ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, ആരെങ്കിലും എന്നെക്കാൾ മുകളിൽ ഷെയ്ഖിയ്യത്ത് അവകാശപ്പെട്ടാൽ അവൻ്റെ തല ഞാൻ വെട്ടിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, എന്താ ഇതൊരു ഭയങ്കര എന്താ പറയുക, ഒരു പെരുമത്തരം പറയലല്ലേ എന്നൊക്കെ. ഇത് സയ്യിദ്ന ശൈഖുൽ തങ്ങളുടെ ജീവിതത്തെ അറിയാത്ത ആളുകൾ പറയുന്ന വാക്കാണ്. കാരണം സയ്യിദ്ന ശൈഖുൽ തങ്ങൾക്ക് എല്ലാ സമ്മതം ഉണ്ടായിട്ടും സയ്യിദ്ന ശൈഖുൽ തങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വിശദീകരിച്ച് പിന്നീട് പറയുന്നുണ്ട് ഈ ഭാഗത്ത് തന്നെ. സയ്യിദ്ന ശൈഖുൽ തങ്ങൾ ഇതിന്നൊക്കെ ഓടി അകലുക ചെയ്തത്. ഒരു മനുഷ്യനും വേണ്ട, ഒരു മുരീദും വേണ്ട, ഞാനൊരു ഷെയ്ഖയല്ല എന്നൊക്കെ പറഞ്ഞ് ഓടി അകലുക ചെയ്തത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ വാക്കുകളൊക്കെ പറയുന്നതെന്ന് വരുമ്പോൾ ആ വാക്കുകളുടെ വലുപ്പമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വാക്കുകൾ സത്യസന്ധമാണെന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. സയ്യിദ്ന ശൈഖുൽ തങ്ങൾ അങ്ങനെ ഒരു ആളെയല്ല എന്ന് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വാക്ക് സയ്യിദ്ന ശൈഖുൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടത്തേക്ക് അതിന് കൽപ്പന ലഭിക്കപ്പെട്ടത് പ്രകാരമാണ് അവിടുന്ന് ചെയ്തത്, അല്ലാതെ അവിടുന്ന് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജവാഹർ മഅനി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിൻ്റെ വാക്കിലേക്കുള്ള സൂചനയാണിത്. ഹിജറ 1196 അദ്ദേഹം ചൊല്ലിക്കൊടുക്കേണ്ട വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് നിർണ്ണയിച്ചു നൽകി. ഹിജറ 1196 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ കൊടുക്കുന്നത് സയ്യിദ്ന ശൈഖുൽ തങ്ങൾക്ക്. അത് ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അദ്ദേഹത്തിന് നിശ്ചയിച്ച് നൽകിയത് ഈ കാലയളവ് മുതൽ നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ, അതായത് ഹിജറ വർഷം 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഇത് മാത്രമായിരുന്നു. ഇത് അതായത് ഹിജറ 1196 മുതൽ ഹിജറ 1200 വരെ തിജാനി ത്വരീഖത്തിൻ്റെ ദിക്ർ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറും സലാത്തും മാത്രമായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലിമത്തുൽ ഇഖ്ലാസ് കൂടി, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൂടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ വിർദ് പൂർത്തിയാക്കി നൽകി. ഈ സന്ദർഭത്തിലാണ് സൃഷ്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് പ്രയോജനം നൽകാനും ത്വരീഖത്ത് വെളിപ്പെടുത്താനും മറ്റുള്ളവർക്ക് ഉപകാരം നൽകാനും അദ്ദേഹം തയ്യാറായത്. ഇവിടെ ഉദ്ധരണി അവസാനിച്ചു. ഇത് ജവാഹർ മഅനിയുടെ ഉദ്ധരണിയാണ്. അപ്പോൾ ഇവിടെ പറയപ്പെട്ട സംഭവം ജവാഹർ മഅനിയിലേക്ക് സൂചിപ്പിക്കുന്നതാണെന്ന് അതായത് ഇതിൻ്റെ തഹ്ഖീഖ് നടത്തിയ റാദി ഖാനൂൻ തങ്ങൾ പറയണം.
ഇത് വിർദുൽ ലാസിമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ ഇസ്തിഗ്ഫാറും സലാത്തും പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആദ്യം, പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറച്ച് 4 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വിർദുൽ ലാസിമുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ വലീഫയും ഹൈലലയും നിർബന്ധമാക്കിക്കൊണ്ടുള്ള റസൂലുള്ളാഹിയുടെ അനുവാദം ഹിജ്റ 1210 1211 ഇടയിലുള്ള കാലം വരെ വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഹൈലലയും വലീഫയൊക്കെ പിന്നെയും കുറേ വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം ഇസ്തിഗ്ഫാറും സലാത്തും 1996 വന്നു. പിന്നെ 1201 വർഷത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ചേർക്കപ്പെടുന്നത്. പിന്നെ പിന്നെയും അവിടെ ഒരു 9-10 വർഷം കഴിഞ്ഞിട്ടാണ് വലീഫ ഹൈലല ഒക്കെ നിർബന്ധമാവുന്നത്. ഈ അഭിപ്രായത്തെ ഉറപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ചില കയ്യെഴുത്ത് പ്രതികൾ സുഖേജി ലൈബ്രറിയിൽ വെച്ച് ഞാൻ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, അതിന് ആ കാലത്തിൻ്റെ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികൾ ഇതിനെ തെളിവായിട്ട് ഖാദി തങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. വഖദ് കാനത്ത് തഅതീഹിൽ വുഫൂദു വഹുവ ഫി ഹദ്റത്തി തൽമിസാൻ. അപ്പോൾ വഖദ് കാനത്ത് തഅതീഹിൽ വുഫൂദ്, ഒരുപാട് കൂട്ടം ആളുകൾ ആ കാലഘട്ടത്തിൽ തിൽമിസാനിൽ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ താമസിച്ച കാലഘട്ടത്തിൽ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടം ആളുകൾ വരാറുണ്ടായിരുന്നു. ഖബല ഐ യഹ്ലാ മിൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി കിട്ടുന്നതിന് മുമ്പ്, അതായത് തിജാനി ത്വരീഖത്ത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് കിട്ടുന്നതിന് മുമ്പ് തിൽമിസാനിൽ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ താമസിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കൂട്ടം ആളുകൾ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. ബിമാ ഹദിയം വിഹി മിൻ ഹാദിയിൽ മുഷാഹദത്തുൽ അയ്യാന, വിശ്വാസങ്ങൾ നേരിൽ കണ്ട് ഈ ത്വരീഖത്ത് സ്വീകരിക്കുന്നതിന് മുമ്പായിരുന്നു അത്. ഫയത്തുലുബൂഹു മിനത്ത് ത്വൽഖീൻ, ആ കൂട്ടം 1-2 ആൾക്കാരല്ല, കൂട്ടമായി ആളുകൾ വരാറുണ്ടായിരുന്നു തൽമിസാനിലേക്ക്. ആ കൂട്ടം ആളുകൾ എന്തിനാണ് വരാറുള്ളത്? ഫയത്തുലുബൂന മിൻഹു അത്തൽഖീൻ, ത്വരീഖത്തിലുള്ള ബയ്യത്ത് തൽക്കീൻ ചെയ്ത് തേടിക്കൊണ്ടായിരുന്നു അവർ വരാറുള്ളത്. അന്ന് തിജാനി ത്വരീഖത്ത് വന്നിട്ടില്ല. എന്നിരുന്നാലും സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളുടെ അടുത്തേക്ക് ബയ്യത്ത് തേടിക്കൊണ്ട് ഒരു കൂട്ടം ആയ ആളുകൾ വരാറുണ്ടായിരുന്നു. വദുഹൂലു ഫീ സുഹ്ബത്തിഹി അലാ ത്വരീഖിൽ മശിയഖത്തി അൽ മഅറൂഫ, ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ ഒരു മുരീദ് എങ്ങനെയാണോ നിൽക്കുക അതുപോലെ മുരീദാവാനും ഷെയ്ഖായിട്ട് സ്വീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ആ കൂട്ടം ആളുകൾ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവർ വെറുതെ വന്നതല്ല, ബർക്കത്തിന് തേടിക്കൊണ്ട് വന്നതല്ല. സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങളെ ശരിക്കുള്ള മുരീദായി ജീവിക്കാൻ കൂട്ടമായ ആളുകൾ തിൽമിസാനിലേക്ക് വരാറുണ്ടായിരുന്നു. വയംനഹു അൽ ബാദു വയുലഖിനു ബാദു, എന്നാൽ അതിൽ ആ കൂട്ടം ആളുകളിൽ ചിലർക്കൊക്കെ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ അനുഗ്രഹങ്ങൾ നൽകുകയും ബയ്യത്ത് നൽകുകയും ചെയ്യുമാറുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എന്തുള്ള ബയ്യത്ത്? തിജാനി ത്വരീഖത്തുള്ള ബയ്യത്തല്ല. കാരണം ആ സമയത്ത് തന്നെ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾക്ക് ഒരുപാട് ത്വരീഖത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും ഖൽവത്തിയ ത്വരീഖത്തിലും ബഹുമാനപ്പെട്ട മഹ്മൂദുൽ ഖുർദി തങ്ങളെ വഴിയിലൊക്കെ ഒരുപാട് അതിൻ്റെ പരിപൂർണമായ ഇജാസത്ത് മഹാനുകൾക്കുണ്ടായിരുന്നു. കൂടാതെ മറ്റെല്ലാ മഹാനുകളും ബന്ധപ്പെട്ട എല്ലാ ഉലിയാക്കന്മാരും അവരുടെ എല്ലാ അസ്റാറുകളും രഹസ്യങ്ങളും അതുപോലെ തന്നെ ത്വരീഖത്തിൻ്റെ ഇജാസത്തുകൾ മഹാനുകൾ കൈമാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ആ തൽമിസാനിൽ നിൽക്കുന്ന സമയത്ത് ചിലരൊക്കെ മഹാനുകളുടെ അടുത്തേക്ക് വരുമ്പോൾ മഹാനുകൾ ചിലർക്കൊക്കെ ഇജാസത്ത് കൊടുക്കുമായിരുന്നു. എന്നാൽ ആ ഇജാസത്ത് എന്തടിസ്ഥാനത്തിലുള്ളതായിരുന്നു? ഷെയ്ഖ് മുരീദ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇജാസത്തല്ല. ലാഖിൻ അലാ നഹജിൽ ഉഹുവത്തി ഫില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സഹോദരന്മാരാവുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അപ്പോൾ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ ബയ്യത്ത് ചെയ്യുമ്പോൾ സഹോദരൻ എന്നുള്ള രീതിയിലാണ് ബയ്യത്ത് ചെയ്യൽ, അല്ലാതെ ഞാൻ ഷെയ്ഖാണ് നിങ്ങൾ മുരീദ എന്നുള്ള അർത്ഥത്തിലല്ല. വസബീൽ സുഹബത്തിൽ മഅലൂഫ, എല്ലാവരിലും അറിയപ്പെട്ട സുഹബത്തിൻ്റെ ഒരു വഴിയായിരുന്നു അത്. അതായത് നല്ല ആളുകളുമായി സുഹബത്തിലാവാൻ വേണ്ടി ബയ്യത്ത് ചെയ്യുന്ന പോലെ. യുസദ്ദിഖ് ലിമൻ തലഖന മിൻഹു ബിഅൻ യഖൂൽ, അങ്ങനെ സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ ബയ്യത്ത് കൊടുക്കുന്ന ആളുകളോട് സയ്യിദുനാ ശൈഖുൽ ഖുർആൻ തങ്ങൾ വ്യക്തമാക്കി പറയാറുണ്ടായിരുന്നു. എന്താ പറയൽ? ഇന്നമാ നഹ്നു അസ്ഹാബുൻ, തീർച്ചയായും ഞാൻ ഷെയ്ഖൊന്നല്ല കേട്ടോ, നമ്മൾ സഹോദരങ്ങൾ മാത്രമാണ്. അമ്മാ മഷിയാഹത്തു ഫല, എന്നാൽ ഷെയ്ഖ് മുരീദ് എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഷെയ്ഖൊന്നല്ല, അത് എന്നോട് നിങ്ങൾ പറയരുത്. അപ്പം നിങ്ങൾ എൻ്റെ ഷെയ്ഖാക്കാൻ വന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മുരീദാവാൻ വന്നതായിരിക്കും, പക്ഷേ അതെനിക്ക് ഓഹരിയൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഷെയ്ഖൊന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുഹബത്തിന് വേണ്ടി ഞങ്ങളുടെ സഹോദരനാവാൻ വേണ്ടി ഞങ്ങൾക്ക് ബയ്യത്ത് ചെയ്തുതരാം
എന്ന് അവിടുന്ന് പറയുമായിരുന്നു. നോക്കണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ സമയത്തുള്ള സൂക്ഷ്മത. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മഹാനവറുകൾക്ക് അതിന് ഇജാസത്ത് ഇല്ലായിട്ടല്ല. ഷെയ്ഖാവാനുള്ള ഇജാസത്ത് അന്നേ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ മഹാനവറുകൾ തുടർന്ന് പറയുന്നു നോക്കൂ. ഹാദാ മാ ഖൗനിഹി റളിയല്ലാഹു അൻഹു കാന മഅദൂനൻ ലഹു ഫീ തർബിയത്തി. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് തർബിയത്തിൻ്റെ ഇജാസത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സഹോദരന് മാത്രമാണ്. അപ്പോൾ മുരീദന്മാർക്ക് തർബിയത്ത് ചെയ്യാനും ആ കാലഘട്ടത്തിൽ തന്നെ ആ മറ്റ് ഔലിയാക്കന്മാരുടെ ത്വരീക്കത്തുകളിൽ അവരൊക്കെ നടത്തിയിരുന്ന ആത്മീയമായ യാത്ര ഒക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നടത്തിയിരുന്നു. അവർക്കൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഹിമ്മത്ത് അതൊന്നും ആയിരുന്നില്ല തേടിയിരുന്നത്. അതിനേക്കാൾ ഉന്നതമായ എന്തൊക്കെയോ ആയിരുന്നു തേടിയിരുന്നത്. അങ്ങനെ മറ്റാർക്കുമില്ലാത്ത, സ്വന്തം ശൈഖന്മാർക്ക് പോലും ഇല്ലാത്ത ഫത്ഹും ആത്മീയമായ അവസ്ഥകളും വിശ്വാസങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കിട്ടി. അപ്പോൾ മാത്രമാണ് പിന്നെ ഷെയ്ഖാവാനും മുരീദുമാരെ സ്വീകരിക്കാനൊക്കെ നിന്നത്. അതുവരെ മറ്റ് ശരീക്കത്തിൻ്റെ മശായിഖന്മാർക്കുള്ള തർബിയത്തും സുലൂക്കും ഒക്കെ അവിടത്തേക്ക് ഉണ്ടായിട്ട് പോലും മഹാനുകൾ ഷെയ്ഖാവാനോ അത് കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവിടത്തേക്ക് തർബിയത്തിൻ്റെ ഇജാസത്ത് ഉണ്ടായിരുന്നു. മുഫവ്വദൻ ഇലൈഹി ഫീ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇജാസത്തുകൾ അവിടത്തേക്ക് ഉണ്ടായിരുന്നു. മൗഊദൻ ലിമൻ ലഖനഹു, ആ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉറപ്പ് നൽകപ്പെട്ടിരുന്നു. ബിളമാനിത്താം, പരിപൂർണമായ ഉറപ്പ്. മിൻ മശായിഖിൽ കാമിലിയൽ ആരിഫീൻ മുഖറബീൻ വാസിലീൻ. ആരാ നൽകിയത് ആ ഉറപ്പൊക്കെ? കാമിലീങ്ങളായ ആരിഫീങ്ങൾ, മുഖറബീങ്ങൾ, അള്ളാഹുൽ എത്തിച്ചേർന്ന മുഖറബീങ്ങളായ മശായിഖന്മാരാണത് നൽകിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച കുത്തുബുകളായ ആളുകൾ, ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞത്, നിങ്ങളിതാ ബയ്യത്ത് കൊടുത്തോളി, ഞാൻ ഏറ്റെടുത്തോളൂ. ഇതിനെപ്പറ്റി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമാ അറഫ്ത ദാലിക മിമ്മാ സബഖ. ബഹുമാനപ്പെട്ട മഹ്മൂദ് ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങളോട് ഇജാസത്ത് കൊടുക്കുന്നു, എല്ലാത്തിൻ്റെയും മുത്തലക്കായ ഇജാസത്ത് കൊടുക്കണം അഹമ്മദ് ജാൻ തങ്ങൾക്ക്. അപ്പോൾ അഹമ്മദ് ജാൻ തങ്ങൾ പറയുന്നു, ഞാൻ ഇതിൻ്റെ ഒരു സുലൂക്കിലേക്കൊന്നും ഇങ്ങനെ ആ ഒരു രൂപത്തിലൊന്നും ആളുകളെ സഞ്ചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എൻ്റെ തർബിയത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന രൂപത്തിൽ അവിടുന്ന് പറഞ്ഞപ്പോൾ മഹ്മൂദ് ഖുർദി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ബയ്യത്ത് കൊടുത്തോളൂ, ബാക്കി ഞാൻ ഏറ്റെടുത്തോളൂ എന്ന്. അതായത് നിങ്ങൾ കൊടുത്താൽ മതി, ബാക്കി നിങ്ങളെ കാര്യം കൂടി ഞാൻ ഏറ്റെടുത്തോളൂ, നിങ്ങൾ അതിനെപ്പറ്റി വെറിയിടാവണ്ട. അങ്ങനെ ആ പറഞ്ഞ ആൾക്കാർ ചെറിയ ചെറിയ ആൾക്കാരൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ ഉന്നതരായ ആൾക്കാർ, കുത്തുബുകളായ റൗസുകളായ, ആ കാലഘട്ടത്തിലെ കാമിലീങ്ങളായ വാസിലീങ്ങളായ മുഖറബീങ്ങളായ ഔലിയാക്കന്മാരാണ് പറഞ്ഞതൊക്കെ. ഇതൊക്കെ ഉണ്ടായിട്ടും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ബയ്യത്ത് കൊടുക്കും. എങ്ങനെ പറയാ, ഞാൻ ശൈഖല്ല കേട്ടോ, ഞാൻ നിങ്ങളെ കൂടെ ഒരു സഹോദരന് മാത്രമാണ്. വമാ ദാലിക ഇല്ലാ ലിബുഅദി ഹിമ്മതിഹി വകമാലി സിദ്ഖിഹി മഅല്ലാഹു തആല. എന്തുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇല്ലാ ലിബുഅദി ഹിമ്മതിഹി, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹിമ്മത്ത് അത്രയും ഉന്നതമായിരുന്നു, സാധാരണക്കാരുടെ ഹിമ്മത്ത് പോലെ ആയിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. വകമാലി സിദ്ഖിഹി അള്ളാഹുവിനോടുള്ള സിദ്ഖ് മഹാനുകൾക്ക് അത്രയും ഉന്നതമായിരുന്നു, അതുകൊണ്ടാണ്. ഫി മുആമലത്തിഹി വ ഖിദ്മത്തിഹി, അള്ളാഹുമായി ഇടപഴകുന്ന വിഷയത്തിലും ഖിദ്മത്തിൻ്റെ വിഷയത്തിലൊക്കെ മഹാനവറുകളുടെ സിദ്ഖ് അത്യുന്നതമായിരുന്നു. അതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് മഹാനവറുകൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇജാസത്ത് കിട്ടാൻ കാത്തിരിക്കുക, ആ ഇജാസത്ത് കൊണ്ട് നമ്മൾ ഷെയ്ഖാവാൻ. ഞാൻ എനിക്കിങ്ങനെ ആൾ ഇജാസത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നെ ആ ഇജാസത്തിൽ ഇങ്ങനെ മുത്തലക്ക ഇജാസത്ത് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഷെയ്ഖായി, നല്ലൊരു ഷെയ്ഖായിട്ട് കണക്കാക്കണം എന്നായിരിക്കും നമ്മൾ പറയാം. പക്ഷേ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സൂക്ഷ്മത നോക്കൂ. എല്ലാ ഇജാസത്തും കിട്ടിയിട്ടും ആ കാലഘട്ടത്തിൽ എല്ലാ ഔലിയാക്കന്മാരും മഹാനുകൾ അംഗീകരിച്ചിട്ടും പരിപൂർണമായ ഇജാസത്ത് അവിടത്തേക്ക് നൽകപ്പെട്ടിട്ടും തർബിയത്തിൻ്റെ സ്വന്തമായ തർബിയത്തിനുള്ള അധികാരം വരെ നൽകപ്പെട്ടിട്ടും മുരീദന്മാർ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി കൂട്ടം കൂട്ടമായി വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോഴല്ല, കൂട്ടം കൂട്ടമായി ഇങ്ങോട്ട് വരുമ്പോൾ പോലും അവരോട് പറയൽ, ഞാൻ ശൈഖല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സഹോദരന് മാത്രം കേട്ടോ, അങ്ങനെയാണ് മാത്രം ബയ്യത്ത് ചെയ്താൽ മതിയെന്ന്. മഹാനുകളുടെ സൂക്ഷ്മത അത്രത്തോളമായിരുന്നു. അങ്ങനെയുള്ള മഹാനാണ് പിന്നീട് എന്നെക്കാൾ വലിയ ശൈഖില്ല എന്ന് പറയുന്നതും. അങ്ങനെയുള്ളൊരു മഹാനാണ് ഈ ത്വരീഖത്തിൻ്റെ മഹത്വങ്ങൾ പറയുന്നതും മഹാനവകളുടെ മഹത്വങ്ങളൊക്കെ പറയുന്നതെന്ന് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വാക്കിന് എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന്. അതിന് നമുക്ക് സംശയിക്കാൻ ഒരു പൈതുമില്ല. വമത്താന വസായിറ ഇഖ്വാനിന ഫില്ലാഹി തആല ബിമഹബ്ബതിഹി വറിദാഹു ആമീൻ. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഹബ്ബത്തും അവിടുത്തെ തൃപ്തിയൊക്കെ നമുക്കും മുഴുവൻ ഇഖ്വാനികൾക്കും അള്ളാഹു നൽകട്ടെ. അല്ലാമ ഇബ്നു മശ്രി റളിയല്ലാഹു അൻഹു അൽ ജാമി എന്ന ഗ്രന്ഥത്തിലെ
തുടരെ കൊടുത്ത ഭാഗം പരിശോധിക്കുക. അതായത് ഈ വിഷയത്തിലും കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാമ ഇബ്നു മശ്ശരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബുൽ ജാമി നോക്കുക. അതിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കാണാം, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിശുദ്ധമായ ത്വരീഖത്ത് വെളിപ്പെട്ട സമയം, അതിലെ മഹത്തമായ ഔറാദുകളുടെ ക്രമീകരണം തുടങ്ങിയ കുറച്ച് പരാമർശ അധ്യായം. ആ ഭാഗത്ത് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി വിവരണമുണ്ടെന്ന് അതായത് ഷരീഫ് റാദി ഖാനൂൻ പറയുന്നു. ഗ്രന്ഥകർത്താവായ അല്ലാമ സയ്യിദി മുഹമ്മദുൽ അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു തൻ്റെ ബുഗയത്തുൽ മുസ്തഫീദ് എന്ന ഗ്രന്ഥത്തിൻ്റെ കയ്യേത്തു പ്രതിയിൽ ഈ ഭാഗത്തിൻ്റെ പാർശ്വത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് ജനങ്ങൾക്ക് തൽക്കീൻ, അതായത് ബയ്യത്ത് നൽകിയിരുന്നത് തൻ്റെ ഷേഖായ അൽ ഖുർദി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുവാദപ്രകാരമുള്ള ഖൽവത്തി വിർദായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഏത് ദിക്റായിരുന്നു, തിജാനി ത്വരീഖത്തിന് മുമ്പ് ഏത് ദിക്റായിരുന്നു മഹാനവർ കൊടുത്തിരുന്നത്? തൻ്റെ ഷേഖായ മഹ്മൂദുൽ ഖുർദി തങ്ങൾ നൽകിയിരുന്ന ഖൽവത്തി വിർദായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീട് കവി റഹിമഹുല്ല സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ വലിയ ഫത്ഹ് ഉണ്ടായതിനു ശേഷം ലഭിച്ച കാര്യങ്ങളിലേക്ക് സൂചന നൽകി. അതിനാൻ സന്തതികളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സമാഗമമാകുന്ന ആ ഫത്ഹിന് ശേഷം വിസ്മയകരമായ ലദുന്യായ അറിവിൻ്റെ പ്രവാഹവും അത്യപൂർവമായ ആത്മീയ രുചികളും ആത്മീയ ഉണർവും അദ്ദേഹത്തിന് ലഭിച്ചതിനെക്കുറിച്ചാണ് കവി സൂചിപ്പിച്ചത്. എന്നിട്ട് കവി പറഞ്ഞു, വഫാദ ബിൽ ഇൽമി ലദുന്നി വലാ അതാ ലിശ്ശഅബി കുന്നത്തിൻ ഇദ് ഹമല കം ആയത്തിൻ ഫസ്സറഹാ യൗമൻ ബിമാ കസുറ അൻഹു ശഅഉ മൻ തഖദ്ദമ വകം ഹദീസിൻ ആമിദിൻ മഅനാഹു ബയ്യാനഹു ഹത്താ ബദാ സനാഹു വകം ലിഹാദ ശൈഖ് മിന്നി ബാറ ഹല്ലാ ബിഹാ മുസ്തഷ്കിലൽ ഈശാറ വഫാദ ബിൽ ഇൽമിൽ ലദുന്നി. അങ്ങനെ സയ്യിദിന ആ ഒരു ഘട്ടത്തിൽ ഈ ഫത്ഹ് ഉണ്ടായി, മാരിഫത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥകളെത്തിച്ചു, മുരീദന്മാരെ സ്വീകരിക്കാൻ തുടങ്ങി, ബയ്യത്ത് കൊടുക്കാൻ തുടങ്ങി. ആ ഒരു ഘട്ടത്തിൽ വഫാദ ബിൽ ഇൽമുൽ ലദുന്നി, ലദുന്നിയായ ഇൽമു സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ഇങ്ങനെ കവിഞ്ഞൊഴുകാൻ തുടങ്ങി. വലാ അതാ ലിശഅബി കുന്നത്തിൻ ഇത് ഹമ്മല, പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അത് ഒഴുകിയാൽ അതിങ്ങനെ അതിൻ്റെ താഴെയുള്ള വൈകളിൽ മാത്രം കുടുങ്ങി നിൽക്കലില്ല എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു അറബി ഇബ്നു സായി തങ്ങൾ വിശദീകരിക്കുന്നത് ഇതൊരു ആപ്തവാക്യമോ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലോ ഒക്കെ ആയിരിക്കും. അതായത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം സാധാരണ അതിൻ്റെ ഇടയിലൂടെയുള്ള വഴിയിലൊക്കെ കുടുങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ കുടുങ്ങിയിട്ടില്ല. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് അതിങ്ങനെ ഒഴുകി എല്ലാവരിലേക്ക് ഒഴുകാൻ തുടങ്ങി എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ആ ഫയല് മഹാനവകളിലും അതിൻ്റെ തൊട്ടുള്ള കുറച്ച് ആൾക്കാരിലും മാത്രം ഒതുങ്ങി നിന്നില്ല, ആളുകളിലേക്ക് മുഴുവൻ പടരാൻ തുടങ്ങിയെന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നു. എന്നിട്ടോ അതിനെ വിശദീകരിക്കുകയാണ്. പിന്നെ ആ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായ ആ ഫയലിനെ, ആ ഒരു ഘട്ടത്തിലുണ്ടായ ആത്മീയമായ ഒഴുക്കിനെ വിശദീകരിക്കാൻ എന്താണ് പറയുന്നത്? കം ആയത്തിൻ ഫസ്സറഹ, എത്ര ആയത്തുകളാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീർ നടത്തിയത്. യൗമൻ ബിമാ, ഒരു ദിവസം, ബിമാ കസറു അൻഹു ശഅഉ മൻ തഖദ്ദമ, അവിടുത്തെ മുമ്പുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അവരുടെയൊക്കെ പരിധിക്കപ്പുറമായി നിന്നുകൊണ്ട് എത്ര ആയത്തുകളാണ് അവിടുന്ന് തഫ്സീർ നടത്തിയത്. മറ്റുള്ള മഹാന്മാരൊക്കെ, നമ്മളൊക്കെ മറ്റുള്ളവർ പറഞ്ഞത് പറയാൻ നമുക്ക് സാധിക്കും, അതിൻ്റെ അപ്പുറത്തൊന്നും പറയാൻ നമുക്ക് പറ്റൂല, പറയാനും പാടില്ല. കാരണം നമുക്ക് അതിൻ്റെ സമ്മതമൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരൊക്കെ പറയാമെന്ന് വെച്ചാൽ കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യരുത്, നമുക്ക് അതിനുള്ള സമ്മതമൊന്നുമില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർ പറയാത്ത മറ്റുള്ള മുൻകഴിഞ്ഞ ആളുകളൊക്കെ ഇന്ന് എത്തിച്ചേർന്ന പരിധികൾക്കപ്പുറമായി എത്ര ആയത്തുകളാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീർ നടത്തിയത്. അത് മുൻകഴിഞ്ഞ മഹത്തുക്കളായ ഇമാമിങ്ങളൊക്കെ വിശദീകരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് വലിയ വലിയ വിശദീകരണങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകുകയുണ്ടായി ആയത്തുകൾക്ക്. വകം ഹദീസൻ ആമിദിൻ മഅനാഹു ബയ്യാനഹു ഹത്താ ബദാ സനാഹു, എത്ര ഹദീസുകളാണ് അതിൻ്റെ അർത്ഥം അവ്യക്തമായത്. ബയ്യനഹു ഹത്താ ബദാ സനാഹു, അതിൻ്റെ അർത്ഥത്തെ അവിടുന്ന് വ്യക്തമാക്കിയത് എത്രത്തോളം എന്നാൽ അതിൻ്റെ പ്രകാശം വെട്ടിത്തിളങ്ങുന്ന വിധം. അത് അർത്ഥങ്ങൾ വ്യക്തമാവാതിരുന്ന അവ്യക്തമായിരുന്ന മറഞ്ഞു കിടന്നിരുന്ന ഒരുപാട് ഹദീസുകളുണ്ടായിരുന്നു. ആ ഹദീസുകളൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വെളിവാക്കി. അങ്ങനെ അതിൻ്റെ പ്രകാശം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ആ രൂപത്തിൽ അവൻ അതിന് വിശദീകരണം നൽകി.
വകം ലിഹാദ ശൈഖ് മിൻ ഇബാറ ഹല്ല ബിഹാ മുസ്തഷ്കിലൽ ഇഷാറ. എത്ര ഈ ഷെയ്ഖിന് എത്ര ഇബാറത്തുകളാണുള്ളത്. എന്ത് ഹല്ല ബിഹ, അതിലൂടെ അവിടുന്ന് കുരുക്കയച്ചിട്ടുണ്ട്. ബിഹ മുസ്തഖിലൽ ഇഷാറ, സങ്കീർണമായ ഇഷാറത്തുകളെ. ഔലിയാക്കന്മാർ പറഞ്ഞ പല വാക്കുകളും ഉണ്ടാവും. ഔലിയാക്കന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മഹത്തുക്കളായ ആളുകൾ പറഞ്ഞ പല വാക്കുകളും ഉണ്ടാവും. ആ വാക്കുകളുടെ ഒക്കെ അർത്ഥങ്ങൾ പലർക്കും മനസ്സിലാവലില്ല. എന്താ ഈ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ സങ്കീർണമായ കാര്യങ്ങളൊക്കെ എത്ര രസകരമായി മനോഹരമായിട്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ അതിൻ്റെ കുരുക്കുകൾ അയച്ചത്. ആ മഹത്തുക്കളുടെ വാക്കുകളുടെ സങ്കീർണതകൾ എങ്ങനെയാണ് അവിടുന്ന് ലഘൂകരിച്ചത്. അപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഇൽമുൽ ലദുന്നിയ ഇൽമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മഹാനുകൾ ചെയ്തത്? ഇതെന്നാണ് എല്ലാ മഹത്തുക്കളായ ആളുകളുടെ ലദുന്നിയ ഇൽമിൻ്റെ പ്രത്യേകത. ആയത്തുകളുടെ അർത്ഥങ്ങളുടെ വിശാലത അവർക്ക് മനസ്സിലാവും. ഹദീസിൻ്റെ അർത്ഥങ്ങളുടെ വിശാലതയിലേക്ക് കടന്നു പോകും. അതുപോലെ തന്നെ മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ വാക്കുകളുടെ സങ്കീർണങ്ങൾ അവർക്ക് അയക്കാൻ പറ്റും. അതുകൊണ്ട് പലപ്പോഴും ലദുന്നിയ ഇൽമെന്ന് പറഞ്ഞാൽ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അപ്പുറത്തെ ഇൽമാണ് നമ്മൾ മനസ്സിലാക്കരുത്. ആയത്തുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ അറിവുകൾ അവർക്ക് കണ്ടെത്താൻ പറ്റും. ഹദീസുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ അറിവുകൾ കണ്ടെത്താൻ പറ്റും, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ മശായിഖന്മാരുടെ വാക്കുകൾക്കപ്പുറത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, സങ്കീർണതകളെ അവർക്ക് കെട്ടയക്കാൻ പറ്റും. സിമ്പിളായ കാര്യങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള സങ്കീർണതകൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. സങ്കീർണതകളെ സിമ്പിളാക്കി തരാനും അവർക്ക് സാധിക്കും. ഇതൊക്കെ അവരുടെ ലദുന്നിയ ഇൽമിൻ്റെ പ്രത്യേകതകൾപ്പെട്ടാണ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് അനിതര സാധാരണമായ മറ്റാർക്കുമില്ലാത്ത രീതിയിലുള്ള ലദുന്നിയ ഇൽമിൻ്റെ ഫൈദ് മഹാനവറുകൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് അവിടത്തേക്ക് ഉണ്ടായിരുന്നു. ഇൽമുൽ ലദുന്നി എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമായി ലഭിക്കുന്ന അറിവാകുന്ന ഇൽമുൽ വഹബിയാകുന്നു. രണ്ട് രൂപത്തിലുള്ള ഇൽമുണ്ട്, കസ്ബിയായ ഇൽമും വഹബിയായ ഇൽമും. കസ്ബിയായ ഇൽമു എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. വഹബിയായ ഇൽമു എന്ന് പറഞ്ഞാൽ അതിലൂടെ ഉൾക്കാഴ്ചയിലൂടെ ഒരാളിൽ ഉണ്ടാവുന്നതാണ്, അള്ളാഹുവിൽ നേരിട്ടുണ്ടാവുന്ന. ചിലപ്പോൾ നമ്മളൊരു ഉസ്താദിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യം, പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യം അതിലുള്ളതേ ഉണ്ടാവുള്ളൂ. അതേസമയം ആ പഠിച്ചെടുക്കുന്നതിലൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവനാണെങ്കിൽ ആ പഠിച്ചെടുക്കുന്നതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ അവന് പറയാൻ സാധിക്കും. അതിലൂടെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ അവന് പഠിച്ചതിനേക്കാൾ അപ്പുറത്ത് കണ്ടെത്താനും അനുഭവിക്കാനും സാധിക്കും. അത് വഹബിയായ ഇൽമാണ്. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നേരിട്ടുള്ള അറിവാണ്. അതായത് അനുഗ്രഹീതനും ഉന്നതനുമായവനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അറിവാണത്. തൻ്റെ അടിമയായ ഖിദർ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഖുർആനിലെ ആയത്ത് വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, തൻ്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു പ്രത്യേക വിജ്ഞാനം കൊണ്ട് നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സംഭവം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തഫ്സീറുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറിപ്പിൽ ഞാനത് ഇവിടെ വായിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് അല്ലാമ ശുഖൈർ റളിയല്ലാഹു തങ്ങൾ തൻ്റെ കശ്ഫുൽ ഹിജാബ് അമ്മൻ തലഖാ മാ ശൈഖ് തിജാനി മിനൽ അസ്ഹാബ്. അതായത് അഹമ്മദ് ശുഖൈർ തങ്ങൾ ആ ഗ്രന്ഥം എഴുതിയത് അഹമ്മദ് തിജാൻ തങ്ങളുടെ അസ്ഹാബിങ്ങളുടെ, അവരുടെ അനുചരന്മാരുടെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, ജീവചരിത്രത്തിൻ്റെ ഉടമയായ ഈ മഹാൻ, അതായത് അവിടെ ഒരു സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഒരു ശിഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാമ സയ്യിദി അബ്ബാസ് അശ്ശറായിബി എന്ന ശിഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ ഒരു സംഭവം വിവരിക്കുന്നത്. എന്താണത്? അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നവരിലെയും അത് മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കുന്നവരിലെയും പ്രമുഖനായിരുന്നു. അതായത് അദ്ദേഹം കാരിയായിരുന്നു എന്നത്ര അർത്ഥം. അപ്പോൾ അദ്ദേഹം പ്രശസ്തനായ ഒരു കാരിയായിരുന്നു. അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഫാസ് നഗരത്തിൽ സന്ദർശനത്തെത്തിയപ്പോൾ യാദൃശ്ചികമായി അവരോടൊപ്പം സന്നിഹിതനാകാൻ ഇടയായി. അപ്പോൾ ഈ ഒരു ശിഷ്യൻ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഈ ശിഷ്യൻ ഒരു കാരിയായിരുന്നു. അപ്പോൾ ഈ കാരീൻ്റെ കൂടെ യാദൃശ്ചികമായി ഫാസിൽ വെച്ച് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഒരു കൂട്ടം ആളുകളെ കൂട്ടത്തിൽ ഇരിക്കാൻ തയ്യാറായി. അതായത് ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്, അതിൽ ഈ ആളുമുണ്ട്. അവിടെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളും ഉണ്ട്. അന്നേ ദിവസം അവർക്ക് തഫ്സീർ പഠനത്തിനായി സൂറത്ത് നാസിൻ്റെ ഒരു ഭാഗമായിരുന്നു നിശ്ചയിക്കപ്പെട്ടത്. അവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരാളാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളും. ആ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അവിടെ അപ്പോൾ ചർച്ച ചെയ്യുന്നത് സൂറത്ത് നാസിനെ കുറിച്ചായിരുന്നു, സൂറത്ത് നാസിലെ ചെറിയ ഭാഗങ്ങൾ. അപ്പോൾ ബാഹ്യമായ വിജ്ഞാനങ്ങളിലും ബുദ്ധിപരമായ വിജ്ഞാനങ്ങളിലുമുള്ള തൻ്റെ പദവി അനുസരിച്ച് ഷെയ്ഖ് തൊയ്യിബ് ബിൻ ഖീറാൻ പ്രസ്തുത അമീറിൻ്റെ സാന്നിധ്യത്തിൽ ആ മഹാസദസ്സിൽ വെച്ച് തൻ്റെ പദവി ശൈലിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനിയായ പണ്ഡിതരായിരുന്നു ഷെയ്ഖ് തൊയ്യിബ് ബിൻ ഖീറാൻ എന്ന ആൾ. അപ്പോൾ അദ്ദേഹം
തൻ്റെ പദവി ശൈലി അനുസരിച്ച് എല്ലാവരെക്കാളും വലിയ പാണ്ഡിത്യമുള്ള ആളല്ലേ. അപ്പോൾ അവിടെ ഒരു അമീറിൻ്റെ സാന്നിധ്യത്തിൽ, അവിടുത്തെ രാജാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ ഷെയ്ഖ് തയ്യിബ് ബിൻ ഖിറാൻ ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് സമമായി ആ കൂട്ടത്തിൽ ആരും വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിതനായതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പതിവ് ശൈലിയിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആ ആയത്തിനെക്കുറിച്ചുള്ള വിശദീകരണം പറയാൻ തുടങ്ങി. അദ്ദേഹം പലതും പ്രകടിപ്പിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. താൻ അവതരിപ്പിച്ച ഈ ഗഹനമായ കാര്യങ്ങൾ മുഖേന അറിവിൽ തനിക്ക് അദ്വൈതനായ പദവിയാണുള്ളത് എന്ന് അദ്ദേഹം ധരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞു. സൂറത്തുൻ നാസിന് ഇത്രയും വിശദീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ട്, ഇതിനേക്കാളും വലിയതായിട്ട് ആർക്കൊന്നും പറയാനില്ല, ഇതാണ് ഏറ്റവും ഉന്നതമായ അറിവ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സദസ്സിലുണ്ടായിരുന്ന ചിലർ ആ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പൂർണ്ണമായി യോജിക്കുകയും ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ ചിലർ ഇത് കണ്ടപ്പോൾ യോജിച്ചു. മഹാനുകൾ ആ ഒരു പണ്ഡിതനോട് യോജിച്ചു, എന്ത് മൂപ്പര് പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം, അതിനേക്കാളും വലുതൊന്നുമില്ല. കാരണം അദ്ദേഹം അത്രയും വലിയ പണ്ഡിതനുമായിരുന്നു ആ കാരണം കൊണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വെച്ചു. ആളുകളൊക്കെ അത് അംഗീകരിച്ചു. എല്ലാവരും അദ്ദേഹം പറഞ്ഞാണ് വലിയ കാര്യം വിചാരിച്ചിങ്ങ് നിന്നു. അപ്പോൾ അമീർ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനെ അധ്യക്ഷതയിൽ നിന്ന അതിൻ്റെ രാജാവ് എന്ത് ചെയ്തു? സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ ആയത്തിൻ്റെ കാര്യത്തിൽ ഷെയ്ഖിന് എന്താണ് പറയാനുള്ളത്? സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തും പറയാനുണ്ടോ വിഷയത്തിൽ? ഉടനെ പ്രമാണങ്ങളിൽ നിന്നും ബുദ്ധിപരമായ തെളിവുകളിൽ നിന്നുമായി സദസ്സിൻ്റെ ബുദ്ധികളെ അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ നിരത്തിക്കൊണ്ട് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ പരിശുദ്ധമായ ആയത്തിനെക്കുറിച്ച് അഗാധമായി സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ പണ്ഡിതൻ പറഞ്ഞു വെച്ചിട്ട് എല്ലാവരും അംഗീകരിച്ചാണ് മൂപ്പരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ, അതിനെ അപ്പുറത്തൊന്നും പറയാനില്ല എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒക്കെ അപ്പുറം നിന്നുകൊണ്ട് ഒരുപാട് പ്രമാണങ്ങളെയും തെളിവുകളെയും ബുദ്ധിപരമായ തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സംസാരിക്കുന്നത് വരെ ഷെയ്ഖ് തയ്യിബ് ബിൻ ഖിറാൻ വളരെ ദീർഘമായി സംസാരിക്കുകയും വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ആ വിഷയത്തിൽ താൻ എത്തിപ്പിടിച്ച തലങ്ങൾ മറ്റാർക്കും എത്തിക്കാനാവില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഷെയ്ഖ് തയ്യിബ് ബിൻ ഖിറാൻ വിചാരിച്ചെന്താ, തന്നെക്കാളും വലിയ ഒരു അറിവൊന്നും ഈ വിഷയത്തിൽ ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെല്ലാം പറഞ്ഞ് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതും വിശാലമായി ആ ആയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കിൻ്റെ ചുരുക്കം ഇതായിരുന്നു, ഈ മുഫസ്സിർ പറഞ്ഞ കാര്യം ശരിയല്ല, ബുദ്ധിപരമായ ആളുകൾക്കിടയിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ മൂപ്പര് തഫ്സീർ നടത്തിയല്ലോ. അപ്പോൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മൂപ്പർ പറഞ്ഞതിൽ ഒരു കാര്യമില്ല, അത് ശരിയല്ല പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് തയ്യിബ് ചോദിച്ചു, മുഫസ്സിറുകൾപ്പെട്ട ഇന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിലാണോ താങ്കൾ ഞങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ഞാൻ തഫ്സീർ നടത്തിയത് എൻ്റെ സ്വന്തം തഫ്സീറൊന്നല്ല, ഒരുപാട് മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞിട്ടുള്ളതാണ്, അതിനെതിരാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കടുപ്പം കാണിച്ചു, ഭയങ്കര ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നിങ്ങളെന്താ വിചാരിച്ചത് ഞാൻ വലിയ മുഫസ്സിരീങ്ങളാണ് കോട്ട് ചെയ്തത്, അവരൊക്കെ എതിർക്കുകയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹാസദസ്സിൽ വെച്ച് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തിനോട് വളരെ സ്പഷ്ടമായി പറഞ്ഞു, എൻ്റെ സംസാരം താങ്കളോടല്ല, ചുമട്ട് തൊഴിലാളികളെ പോലെ താങ്കളാകരുത്, അവരെന്ത് ഭാരം കയറ്റി വെച്ചാലും താങ്കളത് ചുമക്കുന്നു, മറിച്ച് എൻ്റെ സംസ്ഥാനം പ്രസ്തുത മുഫസ്സിറുകളോടാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനില്ല, നിങ്ങളോടൊന്നല്ല ഞാൻ പറഞ്ഞത് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്പഷ്ടമായി പറഞ്ഞു. അതായത് നിങ്ങളെന്ന് പറഞ്ഞാൽ വേറെ കുറേ ആൾക്കാർ ചെയ്തു വെച്ച കാര്യങ്ങൾ ചുമക്കുന്ന ഒരാൾ മാത്രമാണ്. നിങ്ങളെ പാണ്ഡിത്യം അത്രേ എത്തിയിട്ടുള്ളൂ, നിങ്ങളെ പാണ്ഡിത്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെ ചുമക്കുന്നു അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരെയാണ് ചുമക്കുന്നത് അവരോടാണെന്ന്. ഞാൻ തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ തെറ്റാന്നല്ല, ഞാൻ തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉദ്ധരണി പറഞ്ഞ മുഫസ്സിർ തെറ്റാണെന്നാണ്. കാരണം അത്രത്തോളം വലിയ ഇൽമിൻ്റെ ബഹറായിരുന്നു സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അവരുദ്ധരിച്ച മുഫസ്സിരീങ്ങളെ വരെ കറക്റ്റ് ചെയ്യാൻ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കായിരുന്നു. അപ്പോൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, നിൻ്റെ സംസാരം നിങ്ങളോടല്ല, നിങ്ങൾ ആരെയാണോ ഉദ്ധരിച്ചത് അവരോടാണ്. നിങ്ങൾ ജസ്റ്റ് അവരങ്ങനെ ചുമട്ട് തൊഴിലാളിനെ പോലെ അവരങ്ങനെ ചുമക്കുക മാത്രമേ ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഓരോടാണ്. പിന്നീട് പ്രമാണങ്ങളിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമുള്ള കൃത്യമായ തെളിവുകൾ സഹിതം സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ യഥാർത്ഥ ശരി എന്താണെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹദീസും ഖുർആനും ഒക്കെ ഉദ്ധരിച്ച് ബുദ്ധിപരമായ യുക്തിപരമായ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംശയാളുക്കളായ എല്ലാവർക്കും സത്യം വെളിപ്പെടുകയും
സത്യം സുതാര്യമായി പുറത്തു വരികയും അസത്യം തകർന്നടിയുകയും ചെയ്തു. തർക്കിക്കാൻ വന്ന ഏതൊരാളും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ മുഫസ്സിരീങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ നിരത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളാണ് അതിൽ ശരി, അല്ലാതെ ആ മുഫസ്സിരീങ്ങളല്ല എന്ന് എല്ലാവർക്കും ബോധ്യം വന്നു. സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഒന്നടങ്ങ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, തീർച്ചയായും ഇത് തന്നെയാണ് വ്യക്തമായ സത്യം. അപ്പോൾ ആ സദസ്സിലുള്ളവർ കാലത്തെ വലിയ പണ്ഡിതന്മാരാണ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ മുരീദന്മാരൊന്നല്ല. അവരെല്ലാവരും പറഞ്ഞു ശരിയാണ്, സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു തന്നെയാണ് വിഷയത്തിൽ സത്യം, മുമ്പുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒന്നല്ല. ഇതെല്ലാം മുമ്പുള്ള മുഫസ്സിരീങ്ങളല്ല, എല്ലാവരെയും പറ്റി ആവില്ല കേട്ടോ അത് പറഞ്ഞത്. അവിടെ ഈ ഷെയ്ഖ് ത്വയ്യിബ് ബിൻ ഖിറാൻ ചില മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടാവും. ആ തഫ്സീർ തെറ്റാണെന്നാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്. അതിന് മഹാനുകൾ തെളിവ് ഉദ്ധരിച്ചു എന്നാണ് പറഞ്ഞത് സാരം. ഇതെല്ലാം അമീർ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആ സദസ്സ് പിരിഞ്ഞു. നീതിബോധമുള്ള സകലരുടെയും നാവുകൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ പ്രശംസിക്കുന്നതിലും അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നതിലും മുഴുകിയിരിക്കുകയായിരുന്നു. ശേഷം സദസ്സിൽ ബാക്കിയുണ്ടായിരുന്നവരോടായി അമീർ സംസാരിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുടെ ഉന്നതമായ പദവികളെക്കുറിച്ചും ബാഹ്യവിജ്ഞാനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അതിരുകളില്ലാത്ത അറിവുകളെക്കുറിച്ചും നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇപ്പോൾ മൂപ്പർക്ക് എത്രമാത്രം ബാഹ്യമായ അറിവുകളുണ്ട്, എത്രമാത്രം വലിയ കഴിവുണ്ട് ബാഹ്യമായ അറിവിൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പോൾ മനസ്സിലായല്ലോ. എന്നാൽ ആന്തരികമായ വിജ്ഞാനങ്ങളെ കാര്യമെടുത്താൽ അദ്ദേഹം അതിൻ്റെ പിതാവും മാതാവും അവരുടെ മകനുമാണ്. അതായത് അതിനെ വെല്ലാൻ ഒരാളും ഇല്ല. മറ്റേത് സംസാരിച്ചിരിക്കാനെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും, ഇത് സംസാരിച്ചിരിക്കാനും ആരും ഉണ്ടാവില്ല. അതിലെല്ലാം അതായത് അതിൻ്റെ പൂർണ്ണ സർവാധികാരിയായിരുന്നു സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ആന്തരിക വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ എന്ന് അമീർ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ് 100% ശരി, യാതൊരു സംശയവുമില്ലാതെ സത്യം ഇവിടെ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നു. കണ്ണുള്ള ഏതൊരാൾക്കും നേരായ കാര്യം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സംഭവം ഷെയ്ഖ് ത്വയ്യിബ് അള്ളാഹു നമുക്കും അദ്ദേഹത്തിന് മാപ്പ് നൽകട്ടെ അന്നു മുതൽ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഷെയ്ഖ് റളിയല്ലാഹു കാര്യത്തിൽ അദ്ദേഹത്തിന് നിന്നും അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് വരെ ഇത് തുടർന്നു. പിന്നീട് ഷെയ്ഖ് ത്വയ്യിബ് ബിൻ ഖിറാൻ എന്ന് പറഞ്ഞ ആൾ, ആ പണ്ഡിതന് മൂപ്പരെ ഈ സദസ്സിൽ വെച്ചിട്ടല്ല സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ ഇൽമു കൊണ്ട് പരാജയപ്പെടുത്തിയത്. മൂപ്പർക്ക് ആകെ ഒരു ഈഗോ ഉണ്ടാവും, പണ്ഡിതന്മാർക്ക് ഉണ്ടാവില്ല ഒരു ഈഗോ. ആ ഈഗോയിൽ ആ നഫ്സ് ഇങ്ങനെ പിടിപെട്ടപ്പോൾ അദ്ദേഹം അതിങ്ങനെ ഉള്ളിൽ ചുമന്ന് നടന്നു. എങ്ങനെയെങ്കിലും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ കൊച്ചാക്കണമെന്ന് വിചാരിച്ചു. പിന്നീട് എന്തോ സംഭവം നടന്നു, എന്താണെന്ന് എനിക്കറിയില്ല. ആ സംഭവം നടക്കാൻ കാരണം ഈ സദസ്സായിരുന്നു. അപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മഹാനവറുകൾ സാധാരണ ഒരു സൂഫിയായ ശൈഖ് മാത്രമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതരായിരുന്നു. മഹാനവറുകളെ ഇൽമിൽ വെല്ലാൻ അന്ന് ആ കാലഘട്ടത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഉന്നതമായ ബാഹ്യമായ അറിവിൻ്റെ സാഗരമായിരുന്നു സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. യഖൂൽ ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിബ് തങ്ങളെ വിശദീകരിക്കാൻ, വലമ്മാ കറമല്ലാഹു തആല ബിഫദ്ലിഹിൽ വാസിഉൽ അമീം, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹു തആല ബഹുമാനം നൽകിയപ്പോൾ, എങ്ങനത്തെ ബിഫദ്ലിൽ വാസിഉൽ അമീം, അള്ളാഹുവിൻ്റെ വിശാലമായ ഫദ്ലിൻ്റെ ബഹുമാനം, സയ്യിദ്നാ റളിയല്ലാഹു അൻഹു ബിജിത്തിമായ ബിഹാദിൻ നബിയുൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സമാഗമനം കൊണ്ട്, തങ്ങളോടുള്ള ചേർച്ച കൊണ്ട് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ഏറ്റവും വലിയ ഫദ്ലാണ്. അതുകൊണ്ട് അലൈഹി അഫ്ളലു സ്വലാത്തു വഅസ്കാ തസ്ലീം വഹദിയ മിൻഹു ബിമാ ഹദിയ ബിഹി ബിമാ മിൻ കമാലിൽ അത്ഫി വൽ ഇഖ്ബാൽ, അതുകൊണ്ട് മഹാനവറുകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു മിൻ കമാലിൽ അത്ഫി വൽ ഇഖ്ബാൽ, ഏറ്റവും ഉന്നതമായ സ്വീകാര്യതയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും. അങ്ങനെ ഫാദലി ബിൽ ഇൽമിൽ ലദുന്നി, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങി ഇൽമുൽ ലദുന്നി, ലദുന്നിയായ ഇൽമ, അൽ ഹാസിൽ ബി കുമ്മലി മിൻ അഹ്ലിൽ ഖുർബി വൽ ഫസൂൽ റിജാൽ. എങ്ങനത്തെ ലദുന്നിയാണ്? കാമിലീങ്ങളായ ഉന്നതരായ ഔലിയാക്കന്മാർ, ഔലിയാക്കന്മാരെ ലോകത്തെ ഏറ്റവും ഉന്നതരായ ആളുകൾക്ക് കിട്ടുന്ന ലദുന്നിയായ ഇൽമു കൊണ്ട് മഹാനവറുകൾ പ്രവഹിക്കാൻ തുടങ്ങി. വഫസ്സറ കസീറ മിൻ ആയാതി ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഒരുപാട് ആയത്തുകൾ മഹാനവറുകൾ വിശദീകരിച്ചു. ബിമാ ഖസറു അൻഹു ഇദ്റാഖു ഐരിഹി, മറ്റുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതിൽ
ഒരു പരിധിവരെ എത്തിയ കാര്യങ്ങൾ, അവർക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ മഹാനവർ വിശദീകരിക്കാൻ തുടങ്ങി. ഫിൽ ഹദീസി വൽ ഖദീം, മുമ്പ് കഴിഞ്ഞവരും ആ കാലത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർക്ക് വിശദീകരിക്കാൻ നല്ല രൂപത്തിൽ വിശദീകരിക്കാൻ സാധിക്കാത്ത ആയത്തുകൾ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ വിശദീകരിച്ചു. ബയ്യന കസീറൻ മിൻ അവാമിദിൽ അൽ അഹാദീസ് നബവിയായ ഹദീസുകളിലുള്ള റസൂലുള്ളാഹിയുടെ ഹദീസുകളിലുള്ള ഒരുപാട് അവ്യക്തമായ കാര്യങ്ങളെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വ്യക്തമാക്കി. ഇത്തലഹത് ബിഹി വുജൂഹു ഇശാറത്തി ഹസനിയ, അങ്ങനെ ആ ഒരു ഹദീസിൻ്റെ ഇശാറത്തുകൾ, ഉന്നതമായ ഇശാറത്തുകൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണങ്ങളിലൂടെ വ്യക്തമായി പ്രകാശിക്കാൻ തുടങ്ങി. അപ്പം അതുവരെ ആളുകൾക്ക് അതിൻ്റെ സൂചന എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണത്തിലൂടെ അതിൻ്റെ വ്യക്തമായ സൂചനകൾ പ്രകാശിക്കാൻ തുടങ്ങി. തായിഫുൽ അസ്റാറിൽ ഖഫിയ, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ വെളിവാകാൻ തുടങ്ങി. വഹല്ല കസീറൻ മിൻ മുസ്തഷ്കലൽ ഇഷാറ, ഔലിയാക്കന്മാരുടെ ഇഷാറത്തുകളിൽ സംസാരങ്ങളിൽ ഉള്ള സങ്കീർണതകൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൻ്റെ കുരുക്കുകൾ അയക്കാൻ തുടങ്ങി. ലിമാ ഊതിഹു വഹുസ്സബിഹി മിൻ കമാലി ദൗഖ്, എന്തുകൊണ്ടാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത് കുരുക്കയച്ചത്? സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ലഭിച്ച ആത്മീയമായ രുചിയുടെ പരിപൂർണത കൊണ്ടും സനിയൽ ഇബാറ, അവിടത്തേക്ക് ലഭിച്ച ഉന്നതമായ പദവികൾ കൊണ്ടും മാരിഫത്ത് കൊണ്ടും ഒക്കെയാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൻ്റെ കുരുക്കയച്ചത്. ഒന്നൂർ കിതാബുൽ ജവാഹിറുൽ മആനി നോക്കാൻ. വഖദ് അഖദമ അല്ലിഫ ഫിഹി ലികുല്ലി മിൻ ആയാത്തിൽ ഖുർആനിയ വൽ അഹാദീസ് നബവിയ വ ഇശാറത്തുൽ ഉലവിയ, അവിടെ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകളുടെ വിശദീകരണവും ഹദീസിൻ്റെ വിശദീകരണവും അതുപോലെ ഔലിയാക്കന്മാരുടെ വാക്കുകളുടെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ബാബം യഅതബിതു മിൻ കുല്ലി നബീഹിൻ, ഏതൊരു ബുദ്ധിയുള്ള ആളുകൾക്കും അത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്ന വിവരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ലദുന്നിയ ഇൽമിൽ നിന്നായിരുന്നു. അതുപോലുള്ള വിശദീകരണങ്ങൾ മുൻപുള്ള ആരും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അബീസമോനിൽ താമസിച്ച ഈ കാലയളവിൽ അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങളിലേക്ക് കവി സൂചന നൽകുന്നു. സൃഷ്ടികൾ ഒന്നടങ്കം അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനവും ബൈഅത്തും സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ സരണിയിൽ ഉൾപ്പെടാനും അതിയായ ആഗ്രഹത്തോടെ ജനങ്ങൾ കൂട്ടത്തോടെ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി ഒഴുകിയെത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ജനങ്ങൾക്ക് അദ്ദേഹം പകർന്നു നൽകിയിരുന്ന ഭൗതികവും ആത്മീയവുമായ വിസ്മയകരമായ സഹായങ്ങളെക്കുറിച്ചും അവർക്ക് നൽകി അനുഗ്രഹിച്ചിരുന്ന അതിവിപുലമായ ദാനങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു. ഇനിയുള്ളത് അടുത്ത വരിയിലേക്കുള്ള സൂചന. അടുത്ത വരിയിൽ എന്താ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ പറയാം. ജസാക്കല്ലാഹു ഖൈർ.